ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സെമി കണ്ടക്ടറുകളും ലോകത്തെ നിയന്ത്രിക്കുന്ന പുതിയ കാലത്ത് സൂപ്പർ പവറുകളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഒരു പവർ എൻട്രി നടത്തിയിരിക്കുകയാണ്. സാങ്കേതിക രംഗത്തെ ചൈനയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനും ഭാവി ലോകത്തിന്റെ ടെക് മാപ്പിൽ ഇന്ത്യയുടെ പേര് സുവർണ അക്ഷരങ്ങളിൽ എഴുതി ചേർക്കാനും ലക്ഷ്യമിട്ടുള്ള പാക്സ് സിലിക്ക എന്ന തന്ത്രപ്രധാനമായ സഖ്യത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അംഗമായിരിക്കുന്നു. എന്താണ് ഈ സഖ്യം? ഇത് ഇന്ത്യയുടെ ഭാവിയെ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക? നമുക്ക് നോക്കാം. ശീതയുദ്ധകാലത്തെ പാക്സ് അമേരിക്കാന പോലെ സാങ്കേതിക വിദ്യയിലൂടെ ലോകത്ത് സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, UK തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങുന്ന ഈ എലൈറ്റ് ഗ്രൂപ്പിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടർ എന്നിവയുടെ വിതരണ ശൃംഖലയിൽ ചൈനയ്ക്കുള്ള കുത്തക അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. ലോകത്തെ ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ അപൂർവ ധാതുക്കളുടെ 70% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മുതൽ മിസൈലുകൾ വരെ പ്രവർത്തിക്കാൻ ഈ ചിപ്പുകൾ വേണം. ചൈനയുടെ ഈ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കുക എന്നതാണ് പാക്സ് സിലിക്ക ലക്ഷ്യമെടുക്കുന്നത്. ഈ സഖ്യത്തിലൂടെ ചൈനയെ ആശ്രയിക്കാതെ തന്നെ ലോകത്തിന് ചിപ്പുകളും AI സാങ്കേതിക വിദ്യയും ഉറപ്പാക്കാൻ ഇന്ത്യ ഒരു സുരക്ഷിത താവളമായി മാറും. തായ്വാനിൽ കൂടി ചൈന ആധിപത്യം ഉറപ്പിച്ചാൽ ലോകത്തെ മൊത്തം ഇലക്ട്രോണിക് മേഖല നിശ്ചലമാകും. ഈ ഭീഷണി നേരിടാനാണ് അമേരിക്ക ഇന്ത്യയെ കൂട്ടുപിടിക്കുന്നത്. ചൈനയ്ക്ക് പകരം വയ്ക്കാൻ ലോകത്തുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ വിശാലമായ ഭൂപ്രദേശവും ടെക് പ്രതിഭകളും ഈ സഖ്യത്തിന് സുരക്ഷ നൽകുന്നു. ലോകത്തെ ഏറ്റവും വലിയ ടെക് പ്രതിഭകളുടെ കേന്ദ്രമാണ് ഇന്ത്യ. 140 കോടി ജനങ്ങളുള്ള ഒരു വിപണി മാത്രമല്ല, നാളത്തെ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ബ്രെയിൻ പവർ ഇന്ത്യയുടെ കൈവശമാണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചതുപോലെ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖലയ്ക്ക് 10 ലക്ഷം വിദഗ്ധ തൊഴിലാളികളെ ആവശ്യമായി വരും. ഇത് നമ്മുടെ IT മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് നിർമ്മാണ രംഗത്തും മെറ്റീരിയൽ സയൻസിലും വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. 315-ലധികം സർവകലാശാലകളിൽ ഇപ്പോൾ തന്നെ ഇതിനായുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചിപ്പുകളും ഇലക്ട്രിക് വാഹന ബാറ്ററികളും നിർമ്മിക്കാൻ ആവശ്യമായ ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ നിർണായക ധാതുക്കളുടെ വിതരണത്തിന് ഇന്ത്യക്ക് ഇനി മറ്റ് വിദേശ ശക്തികളെ ഭയപ്പെടേണ്ടതില്ല. പാക്സ് സിലിക്ക സഖ്യം വഴി ഇത്തരം ധാതുക്കൾ വിശ്വസ്തരായ പങ്കാളികളിൽ നിന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ EV വിപണിക്കും വലിയ ഉണർവ് നൽകും. ഈ സഖ്യത്തിൽ ചേരുന്നതോടെ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷന് വലിയ വേഗത ലഭിക്കും. NVIDIA, Intel, Micron തുടങ്ങിയ വമ്പൻ കമ്പനികൾ സാങ്കേതിക രഹസ്യങ്ങൾ ഇന്ത്യയുമായി പങ്കുവയ്ക്കും. ഏകദേശം $160 ബില്യൺ നിക്ഷേപ സാധ്യതകളാണ് ഈ മേഖലയിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത്. വെറും ഒരു അസംബ്ലിംഗ് യൂണിറ്റ് അല്ല, മറിച്ച് ഹൈടെക് ചിപ്പ് ഡിസൈനിങ്ങിലും ചിപ്പ് നിർമ്മാണത്തിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ നമ്മുടെ യുവാക്കൾക്കായി തുറക്കപ്പെടും. ഗുജറാത്തിലും അസമിലും ടാറ്റ തുടങ്ങുന്ന ഫാക്ടറികൾ വെറും ഒരു തുടക്കം മാത്രമാണ്. പാക്സ് സിലിക്കയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിന് പുതിയ ചിപ്പ് ഫാക്ടറിയായി മാറും. സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പാക്സ് സിലിക്കയിലെ ഇന്ത്യയുടെ അംഗത്വം ടാറ്റ ഗ്രൂപ്പ്, ഡിക്സൺ ടെക്നോളജീസ്, മഹീന്ദ്ര, ഭാരത് ഫോർജ് തുടങ്ങിയ കമ്പനികളുടെ വളർച്ചയ്ക്ക് വലിയ ഊർജം നൽകും. ഖനനം, ലോഹം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ ഓഹരികളിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് പ്രതിഫലിക്കും. അതിലുപരി ചൈനീസ് നിർമ്മിത ചിപ്പുകളിലൂടെയും സർവറുകളിലൂടെയും നമ്മുടെ ഡാറ്റ ചോർത്തപ്പെടാനുള്ള സാധ്യത ഈ സഖ്യത്തിലൂടെ ഇല്ലാതാക്കാം. വിശ്വസ്തരായ ജനാധിപത്യ രാജ്യങ്ങൾ കൈകോർക്കുന്നതിലൂടെ ഒരു സുരക്ഷിത ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിയും. ഇത് വെറും ഒരു നിക്ഷേപമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ ഡിജിറ്റൽ പരമാധികാരവും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ശിരസുയർത്തിയുള്ള നിലപാടുമാണ്. ഇന്ത്യ ഒരു ബദലല്ല, ഇന്ത്യ തന്നെയാണ് ഇനി ആഗോള സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ കേന്ദ്രം. പാക്സ് സിലിക്ക വെറും ഒരു ഉടമ്പടിയല്ല, വരാനിരിക്കുന്ന ദശകങ്ങളിൽ ലോകത്തെ ആര് നയിക്കുമെന്ന് തീരുമാനിക്കുന്ന ഡിജിറ്റൽ യുദ്ധത്തിൽ ഇന്ത്യ അതിന്റെ ശരിയായ വശത്താണ് നിൽക്കുന്നതെന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്.